അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചിക്കൻ മക്രോണി നല്ല രുചിയോടെ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മക്രോണിയും 1/4 കിലോ ചിക്കനും ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ്. ഇത് വേവിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്തിട്ട് വേണം വേവിക്കാൻ. 1 ടീസ്പൂൺ ഓയിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് വേവിക്കുമ്പോൾ 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചേർക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ചെറിയ തീയിലിട്ട് 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്കൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ തീ കൂട്ടി കൊടുക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ മസാല ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനിയിപ്പം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാല മക്രോണിയിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് മിക്സ് ആക്കിയാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം പറയാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.